ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി. സർ, സാധാരണ രീതിയിൽ ഒരു വിവാഹം കഴിഞ്ഞാൽ 6 മാസത്തെ ഒരു ഹണിമൂണുണ്ട്. പക്ഷെ ആരോഗ്യവകുപ്പിന് അതുപോലും കിട്ടിയില്ല സാർ. പിറ്റേ ദിവസം തൊട്ട് ഇതിനെക്കുറിച്ചുള്ള ആക്രമണമായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് പരാതിയില്ല. ഒരു കാര്യം ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഡോക്ടർമാർ മുതൽ താഴെത്തട്ടിലെ തൂപ്പുകാർ വരെയുള്ളവരുടെ ഒരു കോർഡിനേഷൻ ഇന്ന് ഈ വകുപ്പിന് കൈവന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികളെ ഒരു പരിധിവരെ ഇപ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഷിഗല്ല മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ രോഗത്തിൻ്റെ വ്യാപ്തി നന്നായി കുറഞ്ഞിട്ടുണ്ട്. സാർ, ഇവിടുത്തെ ചർച്ചയിൽ വന്ന ഒരു കാര്യം പൊതുവായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ അംഗവും പറഞ്ഞത് ആരോഗ്യ മേഖല സ്വകാര്യവൽക്കരിക്കാൻ പോകും. സാർ, ഞാൻ അടിവരയിട്ട് പറയാം, ഒരു സർക്കാർ ആശുപത്രി പോലും കേരളത്തിൽ സ്വകാര്യവൽക്കരിക്കില്ല. അതേസമയത്ത് സർക്കാർ ആശുപത്രികളുടെ നിലവാരം മെച്ചപ്പെടുത്തി സ്വകാര്യ ആശുപത്രികളോട് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്നാണ് ആരോഗ്യവകുപ്പ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്, സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ കഴിയുന്നത്ര നിലത്ത് കടത്തുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, അതിൻ്റെ ഒരു പരീക്ഷണാർത്ഥം തിരുവനന്തപുരത്ത് അത് സംബന്ധിച്ച് ഇപ്പോൾ പുലയനാർ കോട്ട ആശുപത്രിയിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് വാർഡുകളുണ്ട്. അപ്പം മെഡിക്കൽ കോളേജിലെ രോഗികളെ അങ്ങോട്ട് മാറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ആഴ്ച തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കും. അപ്പോൾ ആദ്യമായിട്ട് രോഗികളെ നിലത്ത് കിടത്താത്ത ഒരു മെഡിക്കൽ കോളേജായി തിരുവനന്തപുരം ആദ്യം തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ അതിനെ മാറ്റാൻ കഴിയും. സാറ്, പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത്, ഇങ്ങനെ ആരോഗ്യ മേഖല സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു എന്ന് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയ നേഴ്സസ് അസോസിയേഷൻ. സാർ, ഞാൻ എല്ലാ നേഴ്സുമാരുടെ സംഘടനയും ഒരു ചർച്ചയ്ക്ക് വിളിച്ചു. ആരോഗ്യ രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഡോക്ടർമാരുടെ സംഘടനയെ വിളിച്ചു. അനുബന്ധ സ്റ്റാഫിൻ്റെ ഒക്കെ സംഘടനകൾ, അവരായിരിക്കും രജിസ്റ്റേർഡ് സംഘടനകൾ, അവരെയൊക്കെ ക്ഷണിച്ചു. നഴ്സുമാരെയും ക്ഷണിച്ചു. പക്ഷേ ദൗർഭാഗ്യവശാൽ നേഴ്സസ് അസോസിയേഷൻ മാത്രം ഈ ചർച്ചയ്ക്ക് വന്നില്ല എന്ന് മാത്രമല്ല, പിറ്റേ ദിവസം അവരുടെ സമ്മേളനത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് ആരോഗ്യരംഗം വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചൊരു പ്രമേയം കൂടെ പാസ്സാക്കിയതായിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടത്. സാർ, ഞാൻ അവരെ ചർച്ചയ്ക്ക് വിളിച്ചതാണ്. ഇങ്ങനെയുള്ള സംശയങ്ങൾ അത് ദൂരീകരിക്കേണ്ട വകുപ്പിൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ ചർച്ചയ്ക്ക് വിളിച്ചത്. പക്ഷേ അവർ വന്നില്ല, ദൗർഭാഗ്യകരമായി. പക്ഷേ എന്നാൽ ഇനി ഞാൻ ചർച്ചയ്ക്ക് വിളിക്കും, അവർ വരും, സഹകരിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം എല്ലാവരെയും സഹകരിപ്പിക്കണം, അതാണ് സർക്കാരിൻ്റെ നയം. സാർ, ഇവിടെ കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പിനെക്കുറിച്ച് ഒരു അടിയന്തര പ്രമേയം വന്നപ്പോൾ DHSൻ്റെ കസേരയിൽ 2 പേര് എന്നൊക്കെ പറഞ്ഞു. സാർ, അങ്ങ് എല്ലാവരും പത്രത്തിൽ വായിച്ചു. സർക്കാർ ചെയ്ത ആ കാര്യത്തിൽ, DHSൻ്റെ കാര്യത്തിൽ സർക്കാർ ചെയ്ത നിലപാടിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിക്കും. ഇപ്പോൾ കസേരയിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, പരിസരത്തൊന്നും ആരും ഇരിക്കുന്നില്ല എന്നുകൂടെ ഈ സഭയെ അറിയിക്കാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഞാൻ ഒരു വാക്ക് കൊടുത്തിരുന്നു, ഈ DMOമാരുടെ വേക്കൻസികൾ ഇമ്മീഡിയറ്റായിട്ട് നികത്തുമെന്ന് പറഞ്ഞു. സാർ, അതിൽ DPC പോലും കൂടാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ DPC കൂടി സെലക്ഷൻ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തു. മിനിഞ്ഞാന്ന് രാത്രി തന്നെ എല്ലാ ജില്ലകളും ഇപ്പോൾ DMOമാരായി. പക്ഷേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ശ്രദ്ധയ്ക്ക്, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ, അതായത് നവംബർ 2025 മുതൽ DMO ഉണ്ടായിരുന്നില്ല, അവിടെ ചാർജായിരുന്നു. അവിടെ ഇപ്പോൾ സ്ഥിരം DMOനെ നിയമിച്ചിട്ടുണ്ട്. മറ്റ് ഇപ്പോൾ നേരത്തെ ശ്രീ VT ബലറാം ഒരു കാര്യം പറഞ്ഞു, ഈ പേര് മാറ്റിയതിനെക്കുറിച്ച്. ഇപ്പോൾ അതിനെക്കുറിച്ചാണല്ലോ ചർച്ച. സാർ, ഇവിടെ കേരളത്തിലെ ഈ സബ് സെൻ്ററുകളുണ്ടല്ലോ, ഈ സബ് സെൻ്ററുകളുടെ പേര് മാറ്റണമെന്ന് 2023 കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനോട് പറഞ്ഞു. ഈ സബ് സെൻ്ററുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കണമെന്ന് പറഞ്ഞു. സംസ്ഥാന സർക്കാർ അന്ന് ആ നിർദ്ദേശം തള്ളിക്കളഞ്ഞു. പക്ഷേ അതിനെ തുടർന്ന് NHMൻ്റെ ഏതാണ്ട് 358 കോടി രൂപയുടെ ഫണ്ട് കേന്ദ്രം തടഞ്ഞു വെച്ച ഉടനെ തന്നെ 2024-25 സംസ്ഥാന സർക്കാർ ഈ സബ് സെൻ്ററുടെ പേര് മാറ്റി ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കി മാറ്റി. പക്ഷേ ഇപ്പോഴും തുടർന്നുള്ള ഫണ്ട് കിട്ടിയെങ്കിലും ഈ 358 കോടി ഇപ്പോഴും കേന്ദ്രം റിലീസ് ചെയ്തിട്ടില്ല. ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി സംസ്ഥാനത്തെ
ആരോഗ്യമന്ത്രിമാരുടെ ഒരു കോൺഫറൻസ് ഇന്ന് സത്യത്തിൽ ഡൽഹിയിൽ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഈ ബഡ്ജറ്റ് ചർച്ച ചെയ്തുകൊണ്ടാണ് എനിക്ക് പങ്കെടുക്കാൻ പറ്റാതിരുന്നത്. ഹെൽത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്ന് യോഗത്തിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഈ 358 കോടി റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഈ എവിടെയെങ്കിലും കംപ്ലൈൻറ്റുകൾ വന്നാൽ ശക്തമായിട്ടുള്ള നടപടി എടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാലത്ത് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഇപ്പോൾ പുഴുവരിച്ച പോലത്തെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ 23/6/2026 ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലറിൻ്റെ കോപ്പി എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുകയാണ് സാർ. കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ദീർഘമായി പറയുന്നില്ല. പിന്നെ ഈ പല സർക്കാർ ആശുപത്രികളിലും ഇപ്പോൾ കെട്ടിടങ്ങൾ കുറേയൊക്കെ പണിതിട്ടുണ്ട് സാർ. പല കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടം പണിതു, പക്ഷേ ഇപ്പോഴും അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളൊന്നും ആയിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം സാർ പരിഹരിക്കും. എല്ലാം അതാത് സ്ഥലങ്ങളിൽ വേണ്ട കാര്യങ്ങൾ പരിഹരിക്കും. ഇപ്പോൾ വേറൊരു കാര്യം നടക്കുന്നുണ്ട് സാർ. ഈ നമ്മുടെ ചില സ്വകാര്യ ആശുപത്രികളിൽ ഇപ്പോൾ നേഴ്സുമാരുടെ സമരമുണ്ട്, നേഴ്സുമാരും മാനേജ്മെൻറ്റുമായിട്ട്. ഇന്നലെയും ചില ചാനലിലൊക്കെ വാർത്തകളുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രിയും തൊഴിൽ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ ചേംബറിൽ വിളിച്ച് ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മിനിമം വേജസ് ആക്ട് അതൊന്ന് പരിഷ്കരിച്ചുകൊണ്ട് ഒരാഴ്ചയ്ക്കകം അക്കാര്യത്തിൽ ഒരു നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതുകൊണ്ട് ദയവായി സമരം ചെയ്യുന്ന നഴ്സുമാർ സമരരംഗത്ത് നിന്ന് പിന്മാറണം. അവരുടെ കൂടെ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ അംഗീകരിക്കും എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഞാൻ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല സാർ. ഏതായാലും ഈ വകുപ്പിൽ എന്തെങ്കിലും തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ ശ്രീ സന്ദീപ് വാര്യർ സൂചിപ്പിച്ചത് എയിംസിൻ്റെ കാര്യമാണ്. എയിംസിനെ കുറിച്ച് നാളെ തന്നെ കേന്ദ്ര സർക്കാരിന് കത്തയക്കും. 4ഓളം സ്ഥലങ്ങൾ, അതിൻ്റെ പൂർണ്ണ ഡീറ്റെയിൽസ് കയ്യിലില്ല, ഞാൻ കത്തയച്ചതിന് ശേഷം സഭയിൽ പറയാം. 4ഓളം സ്ഥലങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഇന്ന സ്ഥലം വേണം നിർബന്ധം പറയുന്നില്ല. ഈ 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അവർ സംഘം വന്ന് നോക്കട്ടെ ഏത് സ്ഥലമാണ് അവർ സമ്മതിക്കുന്നത്. അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം, ആ സ്ഥലം അക്വയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഒറ്റ ലക്ഷ്യമുള്ളൂ, കേരളം പോലെ ആരോഗ്യപരമായി ഇത്രയും കാലം ആരോഗ്യരംഗത്തൊക്കെ ഒരുപാട് നേട്ടമുണ്ടായ കേരളത്തിന് ഒരു എയിംസ് ലഭിക്കാത്തത് തികച്ചും ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ടാണ് കേന്ദ്രത്തിനോട് എയിംസ് കേരളത്തിൽ സ്ഥാപിക്കണം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ നൽകാം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്രയാണുള്ളത് സാർ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേനി ചർച്ചയുണ്ടല്ലോ പറയാം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ധനാഭ്യർത്ഥനകൾ പാസ്സാക്കി തരണം എന്ന് സഭയോട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.